നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്പ്. എല്ലാവർക്കും നല്ലൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ നല്ല ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഏതാണ് സ്ഥലം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നോക്കാം. ഇതാണ് പൊസഡിഗുംബെ. ഞാനിങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പൊസഡിഗുംബയിലേക്ക് സ്വാഗതം. നമ്മൾ തിരഞ്ഞെടുത്ത റോഡെന്ന് വെച്ചാൽ ഉളിയത്തടുക്ക സീതാങ്കുളി വഴിയാണ് നമ്മൾ പൊസഡിഗുംബയിൽ പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പൊസഡിഗുംബയിലേക്ക് ഒരുപാട് വഴികളുണ്ട്. NH കൂടി പോവുകയാണെങ്കിൽ ബന്ദിയോട് ഉപ്പള വഴി നമുക്ക് പൊസഡിഗുംബയിലെത്താം. അല്ലാതെ കാസർഗോഡ് വരുന്നവർക്ക് മധൂർ ഉളിയത്തടുക്ക റോഡ് വന്നിട്ട് അവിടുന്ന് സീതാങ്കുളി വഴി അങ്ങോട്ട് പോവാം. പിന്നെ വിദ്യാനഗറിൽ വരുന്നവർക്കും ഉളിയത്തടുക്ക വന്നിട്ട് അവിടെ നിന്ന് സീതാങ്കുളി വഴിയിൽ കൂടെ ഒക്കെ നമുക്ക് ഈ പൊസഡിഗുംബയിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, അപ്പോൾ പൊസഡിഗുംബെ ഈസ് എ മൊണോലിത്ത് ഹിൽ ലോക്ക് ഇൻ മഞ്ചേശ്വരം താലൂക്ക് ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ നോക്കാം. നമുക്കത് സൈൻ ബോർഡാണ്. നമ്മൾ ഗൂഗിളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആർക്കും ഇവിടെ എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ പൊസഡിഗുംബെ നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന സമയത്ത് എനിക്കറിയില്ല. ഇത് നമ്മൾ എത്തിയത് ഇത് സീതാങ്കുളി ജംഗ്ഷനാണ് കേട്ടോ. എന്നിട്ട് ഈ സീതാങ്കുളി ജംഗ്ഷന് നമ്മൾ പുത്തികെ പെർലെ റോഡിലേക്ക് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ജംഗ്ഷൻ കിട്ടും കേട്ടോ. അവിടുന്ന് നമ്മൾ പെർമുദേ ധർമ്മത്തടുക്ക റോഡിലേക്ക് പോവും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പൊസഡിഗുംബയിൽ എത്തും. അതാണ് സംഭവം. അങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല റോഡാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു ഡ്രൈവിന് പോകാൻ താല്പര്യമുള്ളവർക്ക് പൊസഡിഗുംബയിലേക്ക് പോവാം. മാത്രമല്ല കാസർഗോഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് എന്തായാലും അവരെ പ്ലാനിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പൊസഡിഗുംബെ. പൊസഡിഗുംബയിലെ സൺറൈസും പിന്നെ വൈകുന്നേരം നമ്മുടെ ബേക്കൽ ഫോർട്ടിലെ സൺസെറ്റൊക്കെ ആണെങ്കിൽ നല്ലൊരു ഡേ നമുക്ക് കിട്ടും. നമ്മൾ സൈൻ ബോർഡൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് HAL ആണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് HAL കേട്ടോ, അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇവിടെ ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടും. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇത് കിൻഫ്ര നമുക്ക് സീതാങ്കുളി കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കിൻഫ്രയുടെ ഒരു ഇത് കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് പോകുന്ന വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പൊസഡിഗുംബെ കാസർഗോഡ് നിന്ന് ഒരു വടക്ക് കിഴക്കായിട്ട് ഒരു 30 കിലോമീറ്റർ മാറി പൈവളികെ പഞ്ചായത്തിലാണ് ഉള്ളത് കേട്ടോ. പിന്നെ അത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 1060 ഫീറ്റ് ഉയരത്തിലാണുള്ളത്. അപ്പോൾ കുറേ ആളുകൾ ഞാൻ കാസർഗോഡ് ജില്ലയിലായിരുന്നിട്ട് പോലും എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഇത് നമ്മൾ എത്തിയിരിക്കുന്നത് അങ്കടി മൊഗർ പുഴയുടെ മുകളിലുള്ള ബ്രിഡ്ജിലാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല നമുക്ക് ക്ലോസ് ടു നേച്ചറും തോന്നും കേട്ടോ. നല്ലൊരു ഡ്രൈവാണ് നമുക്ക് അന്ന് രാവിലെ കിട്ടിയത്. ഞാൻ പിന്നെയും വിചാരിച്ചുകൊണ്ടിരിക്കും മഴക്കാലമായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഇവിടെ മൊത്തം ഗ്രീൻ ആയിരിക്കില്ലേ, അപ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാകുമെന്ന് വിചാരിക്കും കേട്ടോ. നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കാസർഗോഡ് വരുന്നവർ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലായിരുന്നിട്ട് പോലും ഞാനിപ്പോഴാണ് ഈ പൊസഡിഗുംബയിലേക്ക് വരുന്നത് കേട്ടോ. ഇത് അടുത്ത ജംഗ്ഷൻ കേട്ടോ. ഇവിടെയും ഒരു സൈൻ ബോർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കാം. നിങ്ങൾ നോക്കൂ, ധർമ്മത്തടുക്ക. അപ്പോൾ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ധർമ്മത്തടുക്ക പോകുന്ന വഴിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം അങ്ങനെ സ്ട്രെയിറ്റ് പോയാൽ മതി ധർമ്മത്തടുക്ക പോകുന്ന റോഡിലൂടെ. അപ്പോൾ നമ്മളവിടെ പൊസഡിഗുംബെ അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. അവിടെ നിർത്തിയിട്ട് അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹില്ല് ക്ലൈംബ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഗ്രാജ്വലി ഒരു ചെറിയ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോകുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ മെല്ലെ 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 ഉദിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ ഇറങ്ങിയത് ലേറ്റായി പോയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിന്.
അപ്പം നമുക്ക് നോക്കാം കേട്ടോ. പക്ഷെ ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല പാട്ട് വെച്ചിട്ട് നല്ലൊരു ഡ്രൈവിന് പോകാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ മേഘങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് താഴെയായിട്ടൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സൂര്യൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു സീനുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നമുക്ക് എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 2 ഭാഗത്തേക്കുമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ടല്ലോ കുറേ വ്ളോഗിലൊക്കെ കണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ വരണം എന്ന് വിചാരിച്ചത്. ഇതുവരെ വരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ ആളുകൾ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് മുമ്പ്. പിന്നെ നമ്മുടെ കാസർഗോഡിൻ്റെ കാശ്മീർ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വ്ളോഗൊക്കെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത്. ഇപ്പോൾ അവർ കാണിക്കുന്ന പോലെ ഉണ്ടോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഈ യാത്ര ചെയ്യുന്ന സമയത്ത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് മുംബൈയിലേക്ക് ഒന്ന് പോയിട്ട് കാണാമല്ലോ എങ്ങനെയുണ്ടെന്ന്. റോഡൊക്കെ നല്ല റോഡാട്ടോ. അവിടെ എത്തുന്നവരെ നല്ല റോഡാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നോക്കുകയാണ്. നമുക്കിങ്ങനെ സൺറൈസ് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ എടുക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ എത്രയാ നോക്കൂ, ഇങ്ങനെ പൊടിയൊക്കെ കാണുന്നുണ്ട്. സോറി കേട്ടോ. ആ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതൊന്നും കാണില്ല. നല്ല ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, പിന്നെ ആ രാവിലത്തെ സമയത്ത് പാട്ട് കേട്ടിട്ട് പോകുന്ന ആ ഒരു എന്തൊരു ഫീൽ ഉണ്ടല്ലോ, നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ചില്ലിലെ വൃത്തികേടൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. കാസർഗോഡിലെ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാര്യം നമ്മുടെ നാട്ടിൽ ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് കാരണമല്ലേ നമ്മൾ അവിടെ പോകുമ്പോഴും ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെപ്പോലും ഒരുപാട് ആളുകളുണ്ടല്ലേ, ഞാൻ മാത്രമല്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മളാരും ഇത് എക്സ്പ്ലോർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതൊരു മോശം കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോവുക. നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ഈ ഹില്ലുണ്ടല്ലോ, ഇതാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ കയറുന്ന വഴി നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇത്രയും സമയത്ത് ഇവിടെ വരെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കേട്ടോ, ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന്. കാരണം നല്ല വഴിയാണ്, 2 ഭാഗവും നല്ല ഇങ്ങനെ വിശാലമായിട്ട് നമുക്കിങ്ങനെ പ്രകൃതിയോട് അടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ ഇരിക്കും. രാവിലെ തന്നെ വരണം, അല്ലാതെ ഉച്ചയ്ക്കൊന്നും വന്നിട്ട് കാര്യമില്ല. രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഇവിടെയൊക്കെ എത്തിയപ്പം കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടായി, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. റോഡ് ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു. എന്നാലും താറൊക്കെ ഇട്ടത് കൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ വരികയാണ്. പക്ഷെ നമുക്കിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു ഹൈറ്റുള്ളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. ഗ്രാജുവലി കേട്ടോ, നമ്മളിങ്ങനെ ഭയങ്കര പെട്ടെന്നുള്ളൊരു അങ്ങനെയൊക്കെ ഏറ്റവും ഇറക്കം അങ്ങനെയൊന്നുമല്ല. ഗ്രാജുവലായിട്ട് നമ്മളിങ്ങനെ മലയുടെ മുകളിലേക്ക് കയറി പോവാണ്. നമ്മൾ വീണ്ടും നിർത്തിയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്. നോക്കല്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. നമ്മൾ ബിസി ലൈഫിലുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെയൊക്കെ പ്രകൃതി അടുത്തറിയാനും ടൈം സ്പെൻഡ് ചെയ്യാനും നല്ലൊരു സൺറൈസ് നല്ലൊരു സൺസെറ്റ് ഒക്കെ കാണാനുള്ള സമയം നമ്മൾ എന്തായാലും കണ്ടെത്തണം കേട്ടോ. ഈ കൊറോണ സമയത്താണ് ഇതിനുള്ള സമയങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. എന്തായാലും കാണാം കേട്ടോ. നോക്കൂ, നമ്മളിങ്ങനെ കയറി പോവാണ്. രാവിലെ ആയതുകൊണ്ടെന്ന് തോന്നുന്നു നമ്മൾ അധികം ആളുകളെയൊന്നും റോഡിലൊന്നും കണ്ടില്ല. വേറെ വ്ളോഗിലും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് പറയും ആളുകളുണ്ടാവും, ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അങ്ങനെ പോവാം. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ദൂരെ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരമാണ് വരിക. അല്ലെങ്കിൽ കാസർഗോഡ് വന്നിട്ടും പോവാം. മഞ്ചേശ്വരത്തെ എല്ലാ ട്രെയിനൊന്നും ഇപ്പോൾ നിർത്തില്ലല്ലോ. അങ്ങനെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് തിക്ക് വൂഡ്സിലൂടെ അങ്ങനെ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു തണുപ്പും നല്ലൊരു ഫീലാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ സമയത്തല്ലേ പോയത്, അതുകൊണ്ട് അത്രയങ്ങ് നമുക്ക് തണുപ്പായിട്ടൊന്നും തോന്നിയില്ല.
പക്ഷെ എന്നാലും രസമാണ്. നിങ്ങൾ പോവാത്തവരുണ്ടല്ലോ, എന്തായാലും ഒന്ന് പോയി കണ്ടു വെക്കണം കേട്ടോ. അങ്ങനെ ദൂരെ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി 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 വരാണ്. അതാ ഇവിടെ കാറ് നിർത്താനായിട്ട് നല്ലൊരു സ്ഥലമുണ്ട്. നമ്മൾ വിചാരിച്ച് ആഹാ കൊള്ളാലോ. പിന്നെ നമ്മളെ നിർത്തിയിട്ട് നമ്മൾ നോക്കുകയാണ്. കാരണം ആദ്യമായിട്ട് എത്തുന്ന ആളുകൾക്കുണ്ടല്ലോ നമുക്ക് മനസ്സിലാവില്ല, ഇതാണോ പോസിഡി ഗുംപെ, നമ്മളിങ്ങനെ വിചാരിച്ചു വരില്ല, നമുക്ക് മനസ്സിലാവില്ല ശരിക്കും. നോക്കുമ്പോൾ അവിടത്തേക്ക് ആ സൈൻ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ തന്നെയാണ് നിർത്തേണ്ടത്. അവിടെ നിർത്തിയിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല ഹൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നുള്ളത്. ഏകദേശം ഇതിൻ്റെ മുന്നിൽ ഓപ്പോസിറ്റ് സൈഡായിട്ട് മലയുണ്ട്. നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്ത് മലയുണ്ട്. അപ്പോൾ അത് നമുക്ക് ട്രക്കിങ്ങൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അതിൽ നമുക്ക് കയറാം, കുറച്ച് കയറാം. അപ്പോൾ നമ്മൾ നോക്കുമല്ലേ, എന്ത് ഭംഗിയാ. ഞാനുണ്ടല്ലോ ഈ നമ്മൾ സാധാരണ ഇങ്ങനെ സൂര്യനെ കയ്യിലെടുത്തിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കില്ല ആളുകൾ. അപ്പോൾ അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ അനിയനോട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക. അവരാണെങ്കിൽ എന്നെ ആക്കുകയാണ് ശരിക്കും. ഞാനിങ്ങനെ നിന്ന് ഇങ്ങനെ പോസ് ചെയ്യുകയാണ്, എൻ്റെ കയ്യിൽ വന്നു സൂര്യൻ വന്നു, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇവർ മൊത്തം വീഡിയോ എടുത്ത് എന്നെ പറ്റിച്ചു. അതാണ് ആക്ച്വലി സംഭവിച്ചത്. ഞാൻ വിചാരിച്ചു അവരെന്നെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന് എന്നെ പറ്റിച്ച് നൈസായിട്ട്. പിന്നെ എന്താ പല പല പോസുകളിൽ നിൽക്കാൻ വേണ്ടി പൊസഡി ഗുംബയുടെ താഴേന്ന് ഞാൻ ഫോട്ടോക്കൊക്കെ വേണ്ടി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പൊസഡി ഗുംബെ കാണാൻ വരികയാണെങ്കിൽ ഒരു മഴക്കാലം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങനെ മലയുടെ മുകളിൽ അങ്ങ് കയറുക. കാരണം അത്രക്കും പച്ചപ്പ് വിരിച്ച ഒരു പ്ലേസ് ആയിരിക്കും ആ സമയത്ത്. കാരണം കുറേ ആളുകൾ വരുന്നുണ്ട് കേട്ടോ, നല്ല ചായയൊക്കെ ആക്കിയിട്ട് ഒരുപാട് കുട്ടികളൊക്കെ മുകളിലോട്ട് അങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ രാവിലെ സൺറൈസൊക്കെ കാണാൻ വന്ന് ഫ്ലാസ്കിൽ ചായയും അവർ കഴിക്കാനുള്ള സ്നാക്സൊക്കെ എടുത്തിട്ടാണ് അവർ വരുന്നുള്ളത്. അപ്പോൾ വരികയാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ ഇതൊക്കെ പുല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സും ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്ലാന്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം കാസർഗോഡ് വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. കാസർഗോഡ് ഉള്ളവർ ഇതുവരെ പൊസഡി ഗുംബ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും വന്ന് കാണാം. അത്രയും സൂപ്പറാണ്. ഒരു മഴക്കാലത്ത് രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വരിക. മേഘങ്ങളൊക്കെ പൊതിച്ചിട്ട് അടിപൊളി വൈബാണ്, അടിപൊളി ഫീലാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നിട്ട് സൂപ്പർ പാട്ടൊക്കെ പാടാൻ തോന്നും കേട്ടോ. ഞാൻ 1-2 പാട്ടൊക്കെ പാടി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആളുകളൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരുപാട് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാസർഗോഡിലെ ആളുകൾ എന്തായാലും ഇത് മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നല്ലൊരു തംസപ്പ് തരുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു പാട്ട് പാടാൻ തോന്നുകയാണ്. അപ്പോൾ ഞാനൊന്ന് പാടിയേക്കാം ജസ്റ്റ്. കാടിരാൻ വാ കൂടിരാൻ വാ, കണ്ടതുമല്ല കേട്ടതല്ല കാണാ കാനന കാഴ്ചകൾ. ഹോ തന്തിനന്താനോ താനാനോ തന്തിനന